ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72ാമത് പ്രാവശ്യം ഇത് നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള ഈ ട്രോഫിക്ക് വേണ്ടി ഈ കായലിൽ നടക്കുന്ന ആവേശകരമായ ഒരു മത്സരമാണ്. പണ്ഡിറ്റ് നെഹ്റു ഇവിടെ വന്ന് ആവേശപൂർവ്വം ഈ വള്ളംകളി കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2 ആഴ്ച കൂടുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുമായിരുന്നു. 1953 ജനുവരി 4-ാം തീയതി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്തെഴുതി. ആ കത്തിൽ ഈ വള്ളംകളിയിൽ അദ്ദേഹം പങ്കെടുത്തതും വലിയ സ്നേക്ക് ബോട്ട്, നീളത്തിലുള്ള ഒരു ബോട്ട്, കേരളത്തിൽ മാത്രം കാണുന്ന ഈ ബോട്ടിൽ 100-ലധികം ആളുകൾ തുഴക്കാരായുള്ളത്, അതിന് നടുവിൽ കുറെ പേർ നിന്ന് അവർക്ക് ആവേശം പകർന്നു കൊടുക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, ഈ മത്സരത്തെ മുഴുവൻ ആവേശഭരിതമാക്കുന്നത് അദ്ദേഹം വികാരനിർഭരമായ വാക്കുകളിലൂടെയാണ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും അറിയിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ മത്സരം എല്ലാവരും ഒന്നിച്ചുകൂടാനുള്ള, ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളികൾ എല്ലാവരും ഒന്നിച്ചുകൂടാനുള്ള ഈ അതിമനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ ആവേശകരമായ മത്സരം ഈ കായലിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.